കാരണം എനിക്ക് അന്നും ഫാഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിലും എൻ്റെ ബ്ലഡിലും. മോഡലിംഗ് ചെയ്യുന്ന പെൺകുട്ടികൾ പോക്ക് കേസാണ്. ഒരു പെൺകുട്ടീനെ ഒരു മോഡലിംഗ് രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വെച്ചിട്ട് കയറ്റാകുന്നു. 2008 മിസ് കേരളയിലാണ് റീമ കല്ലിങ്കലിനെ ഞാൻ ആദ്യമായിട്ട് ഗ്രൂം ചെയ്യുന്നത്. 2010 അമല പോൾ, നൂറിൻ ഷെറീഫ്, പ്രിയ വാര്യർ, ദുർഗ കൃഷ്ണ, ഐശ്വര്യ ലക്ഷ്മി, മറീന മൈക്കൽ, നേഹ സക്സേന, നിക്കി ഗൽറാണി. മോഡലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പെൺകുട്ടികൾക്ക് വളരെ പേടിയായിരുന്നു. കാരണം ലൈക്ക് കാസ്റ്റിംഗ് കൗച്ച് അങ്ങനത്തെ പേരുകളിലൊക്കെ അങ്ങനത്തെ രീതിയിലൊക്കെ എവറി ഡേ മോർണിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ഞാൻ എന്താ പറയുന്നത്, ഡാലു യു ആർ ദ ബെസ്റ്റ്. നിങ്ങൾ ഇങ്ങനെ വീടാണോ വേണ്ടത്, ഫ്ലാറ്റ് ആണോ വേണ്ടത്? അന്ന് ഞാൻ അതിനൊക്കെ കണ്ണടച്ചിട്ടുണ്ട്. ഇന്ന് എനിക്കൊരു വീടോ, ഇന്ന് ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരുപാട് പെൺകുട്ടികളെ മോഡലിംഗ് രംഗത്തേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്ന് തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഫാഷൻ ഗ്രൂമറാണ് എൻ്റെ കൂടെ ഉള്ളത്, ഡാലു കൃഷ്ണദാസ്. ഹായ്, സുഖായിരിക്കുന്നോ? പുതിയ ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിട്ട് ഓടുന്ന ഇടയ്ക്കാണ് ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഫാഷൻ ചരിത്രം തന്നെ മാറ്റി എഴുതി ഞാനത്. കാരണം ഐ ഗ്രൂംഡ് ഒരു 10 ആദിവാസി പെൺകുട്ടികളെയും 10 ആദിവാസി ആൺകുട്ടികളെയും ഗ്രൂം ചെയ്തു. അവരാണ് എൻ്റെ ഷോ ഓപ്പൺ ചെയ്തത്. അത് ഫാഷൻ ചരിത്രം തന്നെ മാറ്റി എഴുതി എന്നാണ് എല്ലാ മീഡിയം ഒക്കെ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. അത് ഭയങ്കര റീച്ച് ആയിരുന്നു ഒരു ഷോ. കാരണം അവർക്കും എത്തിപ്പെടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു മേഖലയിലേക്കാണ് ഞാൻ അവരെ കൈപ്പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയാ പെട്ടെന്ന് ആ ഒരു തോട്ട് വന്നത്? ഞാൻ കുറച്ച് മുന്നേ ഒരു 4-5 months ബാക്ക് ഞാനൊരു ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് വയനാട്ടിൽ പോകുന്നതും അവിടെ വെച്ചിട്ട് ഈ ഒരു വയനാടിനെ എന്തുകൊണ്ട് നമുക്ക് വയനാടിനൊരു ഫാഷൻ ഹബ്ബായി മാറ്റിക്കൂടാന്നുള്ള ഇതിലാണ് അതൊരു ഇത് തോന്നിയത്. സോ നമ്മളൊരു കോട്ടനും ഖാദീനെയാണ് അതിൽ അപ്ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. യെസ്. സോ ഈ കുട്ടികളെ കൂടെ തന്നെ ഒരു 15 ഇന്ത്യയിലെ പ്രമുഖ മോഡൽസും റാമ്പിൽ നടന്നു. ബോംബെ, ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചിൻ, അങ്ങനെ 15 പേരുണ്ടായിരുന്നു ഈ ഒരു ആദിവാസി കുട്ടികളുടെ കൂടെ. ഇപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരാളാണ്. ഒരുപാട് പേര് എന്താ പറയുക, ഇപ്പോൾ പൊതുവേ ഉള്ളൊരു സംസാരമുണ്ട്, ഒരു പെൺകുട്ടീനെ ഒരു മോഡലിംഗ് രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വെച്ചിട്ട് കയറ്റാകുന്ന ഒരു കരക്കമ്പുണ്ട്. അത് സത്യമാണോ, എന്താണോ? 2008 മിസ് കേരളയിലാണ് റീമ കല്ലിങ്കലിനെ ഞാൻ ആദ്യമായിട്ട് ഗ്രൂം ചെയ്യുന്നത്. 2010 അമല പോൾ, നൂറിൻ ഷെറീഫ്, പ്രിയ വാര്യർ, ദുർഗ കൃഷ്ണ, ഐശ്വര്യ ലക്ഷ്മി, മറീന മൈക്കൽ, നേഹ സക്സേന, നിക്കി ഗൽറാണി, അമൽഡ ലിസ്, ഷോൺ റോയ്, ഇങ്ങനെ പോകുന്നു. നടികൾ മാത്രമല്ല, നടന്മാർ ഐ എം ഏബിൾ ടു ഹെൽപ്പ് രാജീവ് പിള്ളൈ, ഷിയാസ് കരീം, സന്ദീപ് മേനോൻ, അമീർ നിയാസ്, ജോൺ കൈപ്പള്ളി, അങ്ങനെ ഇതിനകത്തുനിന്ന് പെട്ടെന്ന് ഒരാളെ ചൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ഫാഷനിൽ ഭയങ്കര സെൻസ് ഉള്ള ഒരാൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാളുടെ പേര് പറഞ്ഞു. രാജീവ് പിള്ളയാണ് ഇന്നൊരു ഫാഷൻ നമ്മളൊരു മോഡൽ എന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് ബോംബെയിലൊക്കെ പോയി ഒത്തിരി ഷോസും ഇതൊക്കെ ചെയ്തൊരു വ്യക്തി. ഇപ്പൊ ആക്ട്രസുകളിൽ ആരാന്ന് ചോദിച്ചാൽ ആക്ട്രസിൽ എനിക്ക് തോന്നുന്നു അമല പോൾ ഹാസ് എ ഗുഡ് ഡ്രസ്സിംഗ് സെൻസ്, പ്രിയ വാര്യർ ഹാസ് എ ഗുഡ് ഡ്രസ്സിംഗ് സെൻസ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഡാലു കൃഷ്ണദാസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ ഒരു 10-16 വർഷം മുമ്പുള്ള ഒരു ഡാലു കൃഷ്ണദാസ് ഉണ്ടായിരുന്നു. ആ ഒരു ലൈഫ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഒരുപാട് സ്ട്രഗിളിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഓഫ് കോഴ്സ്, യെസ്. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടും ഒത്തിരി വീഴ്ചകളിൽ വീണിട്ടൊക്കെയാണ് ഞാനിന്ന് ഈ ഒരു ഡാലു കൃഷ്ണദാസ് എത്തിയിരിക്കുന്നത്. അന്ന് വെറും ഡാലു മാത്രമായിരുന്നു, ഡാലു പീഡികക്കണ്ടി. അതായിരുന്നു എൻ്റെ എന്നാണ് എൻ്റെ ഇനീഷ്യൽ ആക്ച്വലി തറവാട്ടും പേര്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇവിടുന്ന് ചെന്നൈയിലേക്ക് വണ്ടി കയറുന്നു. അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ചെന്നൈക്ക് പോകുന്നതെന്നുള്ളത്. അങ്ങനെ അവിടെ എത്തിപ്പെടുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടുന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം എന്നറിയാണ്ട് നിൽക്കുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഓൾമോസ്റ്റ് ഒരു 7-8 കൊല്ലം ഞാൻ രാത്രിയിൽ ഉറങ്ങിയിട്ടേ ഇല്ല. കാരണം രാത്രിയാണ് ഈ കോൾ സെൻറ്റർ വർക്ക്സ് ഉണ്ടാവുക. സോ ഞാൻ രാവിലെ ഞാൻ ഈ ഫാഷൻ്റെ പിന്നാലെ നടക്കുന്നു.
എന്താണ് ചെയ്യുന്നത്, എന്താണ് അവിടുത്തെ കൊറിയോഗ്രാഫേഴ്സും കോർഡിനേറ്റർ എന്താ ചെയ്യുന്നത്, അതിൽ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാമെന്നില്ല ചിന്തിച്ച് നടക്കുന്നൊരു കാലമായിരുന്നു. ഒരു ലൈക്ക് 5 to 6 years ശരിക്കും സ്ട്രഗിൾ ചെയ്തു. ആരും ഒരു ഗോഡ് ഫാദർ എന്ന് പറയാൻ എനിക്ക് ഇൻഡസ്ട്രിയിൽ ആരുമില്ല. എൻ്റെ ഗോഡ് ഫാദർ ഞാൻ തന്നെ. എൻ്റെ ഓരോ പാഠങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ഓരോ വീഴ്ചകളിൽ നിന്ന് ഞാൻ നിൽക്കുന്നതാണ് എൻ്റെ സക്സസ്. ഞാൻ ഒരിക്കലും വീണ് പോയല്ലോ എന്ന് വെച്ച് ചിന്തിച്ചിരുന്നിട്ടില്ല. വീണത് ആ വീഴ്ച ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. അതാണ് ഇന്നത്തെ ഒരാളുകൾക്ക് കാണാത്തതും. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈസി സക്സസ്. അവർക്ക് സ്ട്രഗിൾ ചെയ്യാനൊന്നും വയ്യ, എങ്ങനെയെങ്കിലും വേഗം സക്സസ് ആണ് ഇന്നത്തെ ഒരു കുട്ടികളെ വെച്ച് നോക്കുക. പക്ഷെ ഞാൻ ഇരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും എനിക്കൊരു ഈസി സക്സസ്സേ അല്ലായിരുന്നു. അങ്ങനെ ഞാൻ എടുത്ത് വന്നു ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയറായിട്ട് വർക്ക് ചെയ്യുന്ന പയ്യൻ യാദൃശ്യമായിട്ട് ഒരു ടീ ഷോപ്പിൽ വെച്ച് കാണുന്നു. പുള്ളി എന്നെ വിളിക്കുന്നു, ഇങ്ങനെ ഒരു ഷോ ചെയ്യാൻ പറ്റുമോ, തീർച്ചയായിട്ടും ഞാൻ സഹായിക്കാമെന്ന് പറയുന്നു. പക്ഷെ പുള്ളി എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു, ഈ ഷോ ചെയ്താലും ഡാലു ആയിരിക്കില്ല സ്റ്റേജിൽ പോകുന്നത്, പുള്ളി ആയിരിക്കും പോവുക ആസ് എ കൊറിയോഗ്രാഫർ. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഓക്കെ. കാരണം അന്ന് എന്താണെന്ന് വെച്ചാൽ ചെന്നൈയിൽ നിന്ന് ചെന്നൈ ഫാഷനോവ അതായിരുന്നു ആ ഷോൻ്റെ പേര്. ചെന്നൈയിൽ സോ ആൻഡ് സോ മോഡൽ എന്ന് പറഞ്ഞ് വിളിക്കുന്ന എല്ലാവരും ഉണ്ടായിരുന്നു ആ ഷോയിൽ. ഓൾമോസ്റ്റ് 30 ഫീമെയിൽ മോഡൽസ് ആൻഡ് 20 മെയിൽ മോഡൽസ്. അപ്പോൾ വളരെ പ്രൊഫഷണലായിട്ടുള്ള മോഡൽസും ഉണ്ടായിരുന്നു, അപ്കമ്മിങ് ഗേൾസും ബോയ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഷോന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞാൻ സഹായിക്കാൻ ചെല്ലുന്നു. ഈ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഞാൻ ആ ഷോ ഏറ്റെടുക്കുകയാണ്. ഞാൻ പറയുന്നു ഞാൻ ചെയ്ത് തരാം. ഓഫ് കോഴ്സ് നമ്മളൊരു ഇതിൽ പോകുമ്പോൾ ഞാൻ പറയുന്നു ഇത് എൻ്റെ ഒരു ഷോ പോലെ കരുതി ഞാൻ നിന്നെ സഹായിക്കാമെന്ന് സഹായിക്കുന്നു. ഷോ വളരെ സക്സസ് ആവുന്നു. മീഡിയ എല്ലാം ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ ഈ മോഡൽസ് എല്ലാവരും എൻ്റെ പേര് പറയുന്നു. അവിടെ നിന്നാണ് ഒരു ടേണിംഗ് പോയിന്റ് തുടങ്ങിയത്. ഈ വീട്ടിൽ നിന്ന് പോവാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതിപ്പോ അമ്മേനോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ആ പോകാനുണ്ടായ സാഹചര്യം ശരിക്കും എന്താ? ദുബായിലായിരുന്നു ഞാൻ. ദുബായിൽ നിന്ന് തിരിച്ചു വന്നു. അച്ഛൻ മരിച്ചപ്പോൾ തിരിച്ചു വന്നു. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അറിയാലോ, ഒരു ആക്സെപ്റ്റൻസ്, ആൾക്കാർക്കുള്ളൊരു ആക്സെപ്റ്റൻസ്, വീട്ടുകാരും നാട്ടുകാരും എല്ലാവർക്കും ഉള്ളൊരു ആക്സെപ്റ്റൻസ്. കാരണം എനിക്ക് അന്നും ഫാഷൻ മാത്രമേ ഉണ്ടായിരുന്നല്ലോ എൻ്റെ മനസ്സിലും എൻ്റെ ബ്ലഡിലും. ഐ വോണ്ട് ടു ബി എ ഫാഷൻ. അന്നൊക്കെ ഫാഷൻ ഡിസൈനർ ആവാനായിരുന്നു ആഗ്രഹം. കാരണം അന്നൊക്കെ ഫാഷൻ ഡിസൈനർ എന്ന് പറഞ്ഞാൽ വീടുകളിൽ ചോദിക്കുക എന്താ ടൈലറിങ് ഷോപ്പ് തുടങ്ങാൻ പോകുന്നു. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് അത്രേ അന്ന് ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഫോർ മീ ഫാഷൻ വാസ് ദ ഓൺലി തിങ്. അങ്ങനെയാണ് ഞാൻ ചെന്നൈക്ക് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആ ചെന്നൈ പോകുന്നു. ഞാൻ അതുവരെ ഇവിടെ ആർക്കും അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നത് എന്താണെന്ന്. ബട്ട് ഒരു ദിവസം അന്നൊക്കെ മനോരമയിൽ സൺഡേയിൽ ഒരു സപ്ലിമെൻ്ററി ബുക്ക് വരുമായിരുന്നു. ആ ബുക്കിൽ ഇവിടുത്തെ സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ ഓരോ ചരിത്രങ്ങളാണ് വരാറ്. അങ്ങനെ ആ ഒരു ബുക്കിലാണ് വരുന്നത് ഫാഷൻ ലോകം, കോഴിക്കോടിൻ്റെ പുത്രൻ ഫാഷൻ ലോകം കീഴടക്കി. ഓ ശരി. So that is the point where everyone came to know, oh, Dalu has been reached there. Yeah. ഇപ്പോൾ ഈ മോഡലിംഗ് ഫീൽഡിൽ തന്നെയാണെങ്കിലും ഇപ്പോൾ ഡാലു ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും ആ ഒരു സമയത്ത്. എന്തിനാണ് ഈ ഒരു ഫീൽഡിലേക്ക് പെട്ടെന്ന് അങ്ങനെ ആരും എത്തിപ്പെടാത്ത ഒരു ഫീൽഡും കൂടെയാണ്, എല്ലാവരും മടിക്കുന്ന ഒരു ഫീൽഡും കൂടെയാണ് ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ അന്നേരം ആ സ്ട്രഗിളിംഗ് പീരീഡിൽ ഈ ഒരു കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടപ്പോൾ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്നെ കുറ്റപ്പെടുത്തുന്ന എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ ആർക്കും മുറിവേൽപ്പിക്കാൻ പറ്റില്ല. എവറി ഡേ മോർണിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ഞാൻ എന്താ പറയുന്നത്, ഡാലു യു ആർ ദ ബെസ്റ്റ്, യു ആർ അമേസിങ്. അതുകൊണ്ട് ഞാൻ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ആരായിക്കോട്ടെ, ഇനിയിപ്പം സ്വന്തം അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആരായാലും എന്നെ ഒരിക്കലും വേദനിപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ പറ്റില്ല. ബിക്കോസ് ഐ ലവ് ദ മോസ്റ്റ്. നമുക്ക് നമ്മളെ ഒരിക്കലും വേദനിപ്പിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. സോ എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഞാൻ അത് അവരെ വിവരമില്ലായ്മ, അവർക്ക് അറിവില്ലായ്മ അത്രയും മാത്രമേ ഞാൻ കരുതാറുള്ളൂ. ബിക്കോസ് ദാറ്റ്സ് ഇറ്റ്. ഐ മൂവ് ഫോർവേഡ്. ഐ ഹാവ് എ ഗോൾ. ഞാൻ എപ്പോഴും ഒരു ഗോൾ വെച്ചിട്ടാണ് എൻ്റെ ലൈഫ് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും എനിക്ക് വീണാലും ഞാൻ ആ ഗോളിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുക.
ഇപ്പോഴും ഒരു ആദ്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും വീഴ്ചകളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ഈ ഗോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ എയിം. അതുകൊണ്ട് ഞാൻ വളരെ ശക്തിയോടുകൂടിയും വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ നെയ്തിട്ടുള്ളൂ. ഇപ്പോൾ മോഡലിംഗ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴാണെങ്കിലും നേരത്തെ ആണെങ്കിലും കേട്ടോ, ഒരുമാതിരിപ്പെട്ട പാരൻസിനൊക്കെ ഭയങ്കര ഒരു പേടിയുള്ളൊരു ഫീൽഡ് കൂടിയാണ്. അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളാണെങ്കിലും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ഫീൽഡ് കൂടിയാണ്. നമ്മൾ ഓരോ ഫിലിമിലാണെങ്കിലും ഷോർട്ട് ഫിലിംസിലൊക്കെ ആണെങ്കിലും കാണാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ആർക്കെങ്കിലും ഉള്ളതായിട്ട് ഒരു കേട്ടതോ കണ്ടതോ ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടോ? മുന്നൊക്കെയാണെന്ന് വെച്ചാൽ യെസ്, കുറച്ച് സമയങ്ങൾ മുന്നേ, ഒരു 6 to 7 years ബാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പെൺകുട്ടികൾക്ക് വളരെ പേടിയായിരുന്നു. കാരണം ലൈക്ക് കാസ്റ്റിംഗ് കൗച്ച് അങ്ങനത്തെ പേരുകളിലൊക്കെ, അങ്ങനത്തെ രീതിയിലൊക്കെ. പക്ഷേ ഞാൻ അതിനൊക്കെ മറികടന്നാണ് എല്ലാ കുട്ടികളും കൈപിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അന്ന് എനിക്കൊരു ഷോ ചെയ്യണമെങ്കിൽ 10 പെൺകുട്ടികളാണെങ്കിൽ ഞാൻ ഒരു 7 or 8 പേരെ ഞാൻ ബാംഗ്ലൂരിൽ നിന്നോ ബോംബെ നിന്നൊക്കെ കൊണ്ടുവരുന്നത്. 2 പേരൊക്കെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷെ അത് ഇന്ന് മാറി, ഇന്നത്തെ തലമുറ അത് മാറി. ഇന്ന് ഞാൻ പ്രൂവ് ചെയ്തു, this industry is same like any other fashion industry is same like any other industry. ഏതൊരു ഇന്നിപ്പോൾ ഈ ഒരു ഫാഷൻ ഇൻഡസ്ട്രീനെ ഒരു കരിയറായിട്ട് എടുക്കുന്ന എത്രയോ കുട്ടികളുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ എനിക്കൊരു 10 മോഡൽസിനെ വേണമെങ്കിൽ 7 മോഡൽസിനെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്, 2 മോഡൽസിനൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്. യെസ്, ഓഫ് കോഴ്സ്. അതും ഞാൻ പറയുന്നത് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്. ഇപ്പം അല്ലാണ്ട് ഇപ്പോൾ കുറേ മോഡലിംഗ്, ഇപ്പം എന്താ നോക്കിയാൽ എല്ലാവരും കൊറിയോഗ്രാഫേഴ്സ്, എല്ലാവരും മോഡലിംഗ് കമ്പനീസ്. പക്ഷെ അവരെ റൂൾസ് ആൻഡ് ഡ്യൂട്ടീസ് എന്താണെന്ന് അവർക്ക് പോലും അറിയുന്നില്ല. ഇപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ മോഡലിംഗ് ചെയ്യുന്ന പെൺകുട്ടികളെ നമ്മൾ വിളിച്ചിട്ടാണെങ്കിലും അവരുടെ ഇന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ള രീതിയിലേക്ക് ആളുകൾ മാറുന്നുണ്ട്. അതായത് ഏജൻസികളായിക്കോട്ടെ അല്ലെങ്കിൽ വേറുള്ള ടൈപ്പ് ഓഫ് ആളുകളൊക്കെ അവരെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് ഡാലു കൃഷ്ണദാസ് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ പ്രതികരിക്കാറുണ്ട്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു വിഷയം പറയുമ്പോൾ ഞാൻ പറയുന്നത്, ഇതിനെ പറ്റിയിട്ട് വിവരമില്ലാണ്ട് വരുന്ന ആളുകൾക്കാണ് നല്ലതും ചീത്ത എല്ലാ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പം നമ്മൾ എവിടെ നോ പറയാൻ പഠിക്കുന്നോ അവിടെയാണ് നമ്മളെ സക്സസ്. ഞാൻ എല്ലാ കുട്ടികൾക്കും, ഞാൻ ഗ്രൂം ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അത് നോ തന്നെ ആയിരിക്കണം. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഇവിടുത്തെ കമ്മീഷണർ മോള് വർക്ക് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ഇങ്ങനത്തെ കുട്ടികളൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്നും അവരുടെ പാരൻസ് എത്ര രാത്രികളിലാണെങ്കിൽ അവരെൻ്റെ കൂടെ കിടും. ദേ നോസ് ദേ ആർ സേഫ്. കാരണം എൻ്റെ കൂടെ ഒരു കുട്ടി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും അവരെ എൻ്റെ വീട്ടിലൊരു കുട്ടിയായിട്ട് കരുതിയിട്ടാണ് അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇൻഡസ്ട്രിയിൽ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ഡാലുവിൻ്റെ മോഡൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിനോടൊരു മോശമായ രീതിയിൽ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു പേടിയും ആളുകൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതെപ്പോഴും ഉണ്ട്. കാരണം എല്ലാത്തും എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പൈസ മാത്രം സ്വപ്നം കണ്ട് വരുന്ന ആളുകളാണ്. അല്ലെങ്കിൽ അവർക്ക് ഫെയിമും മണിയും മാത്രമേ അവർ സ്വപ്നം കണ്ടിട്ടുള്ളൂ. ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതമേ ഈ ഒരു ഫാഷന് വേണ്ടി ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ മണിയും ഫെയിമും ഒന്നല്ല, അതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളും. നമ്മൾ സത്യസന്ധമായി വർക്ക് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന ജോലി സത്യസന്ധമായി ചെയ്താൽ തീർച്ചയായിട്ടും അതിനൊരു സക്സസ് ഉണ്ടാവും. ഇപ്പോൾ ഡാലുവിൻ്റെ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ തന്നെ ഒരു ഗ്രോയിങ് ടൈമാണല്ലോ. അപ്പോൾ ചൂഷണം ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയുക, അവർ മൂലം നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അബദ്ധങ്ങളോ കാര്യങ്ങളോ ഒക്കെ അന്ന് പറ്റിയിട്ടുണ്ടോ? എൻ്റെ അടുത്ത് ഒത്തിരി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ, നമ്മൾ ഈ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും പെൺകുട്ടികളാണ് കൂടുതൽ എപ്പോഴും കൂടെ ഉണ്ടാവുക കാണുമ്പോഴൊക്കെ. അപ്പോൾ തെറ്റിദ്ധരിച്ചു എൻ്റെ അടുത്ത് ചോദിച്ചു വന്ന് ഒത്തിരി പേരുണ്ട്. നിങ്ങൾ ഇങ്ങനെ വീടാണോ വേണ്ടത്, ഫ്ലാറ്റാണോ വേണ്ടത്? അന്ന് ഞാൻ അതിനൊക്കെ കണ്ണടച്ചിട്ടുണ്ട്. ഇന്ന് എനിക്കൊരു വീടോ, ഇന്ന് ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഐ സ്റ്റേ ഇൻ എ റെന്റഡ് ഫ്ലാറ്റ്. ഞാൻ പറഞ്ഞത് അതല്ല എൻ്റെ ജീവിതം, അതല്ല എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചത്. സോ ഐ ഓൾവേസ് ബീൻ ഓൺ ദ ട്രൂത്ത്. ഞാൻ പറഞ്ഞില്ലേ, പൈസ നമുക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി മണി വിൽ കം. സോ അതിനോടൊക്കെ ഞാൻ വളരെ 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 എതിർത്താണ് ഞാൻ പ്രതികരിച്ചിരുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഇപ്പം ആളുകൾക്കൊരു പേടി കൂടിയാണ് എന്നോട് അങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ ചോദിക്കാൻ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ ഇപ്പോൾ ആളുകൾക്കുള്ള ഒരു തോട്ടാണ്, കാരണം അത് മാറത്തുമില്ല, അത് ഇനി അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടും അല്ല മോഡലിംഗ് ചെയ്യുന്ന പെൺകുട്ടികൾ പോക്ക് കേസാണ് എന്നുള്ള രീതിയിലുള്ള തോട്ടുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതെന്തുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും ആ ഒരു തോട്ട് മാറാത്തത്? ഈ ഒരു ഇൻഡസ്ട്രി ഇത്രയും വലുതായിട്ടും ആളുകൾക്ക് എന്താ ഒരു തോട്ട് മാറാത്തത്? എന്തുകൊണ്ടായിരിക്കാം എന്ന് ചോദിച്ചാൽ, ഈ എല്ലാത്ത കുറേ മോഡലിംഗ് ഏജൻസീസും ലൈക്ക് കൊറിയോഗ്രാഫേഴ്സ്, വൺസോ കൊറിയോഗ്രാഫേഴ്സ് എന്ന് വിളിച്ച് നടക്കുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ആളുകൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുറേ അത് മാറി. കാരണം ഇന്ന് വരുന്ന പെൺകുട്ടികൾ മിക്ക കുട്ടികളും എഡ്യൂക്കേറ്റഡ് ആണ്, വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എത്ര മോഡൽസിന് ദേ ആർ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ദേ ആർ കമ്മിങ് ഫ്രം എ വെരി ഗുഡ് ഫാമിലി. നല്ല കുടുംബത്തിൽ നിന്ന് വരുന്ന നല്ല കുട്ടികളാണ് ഇപ്പം എൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ. അവർക്ക് നോ എന്ന് പറഞ്ഞാൽ അത് നോ എന്ന് പറയാൻ തന്നെ അറിയാം. അതാണ് നമ്മൾ ആദ്യം പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം. സോ ഐ ഡോണ്ട് തിങ്ക് എല്ലാവരുടെ മനസ്സും മാറ്റാൻ പറ്റില്ല, എല്ലാവരുടെ ചിന്താഗതി നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അവർ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കട്ടെ, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതെ.